നമ്മൾ ടി വി പ്രസാദ്, മുരാരി ബാബുവിന്റെ വളർച്ച തന്നെ വളരെ ദുരൂഹമാണ്. ഒരു സെക്യൂരിറ്റി ഓഫീസർ എന്ന നിലയിൽ തുടങ്ങി ഒടുവിൽ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലേക്ക് എത്തിയ മുരാരി ബാബുവിന്റെ ഇടപെടലുകൾ പലതും ദുരൂഹമായിരുന്നു. വഴിപാടുകളിലടക്കം തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതിന്റെ അർത്ഥം ഈ മുരാരി ബാബു നടത്തിയ തട്ടിപ്പുകളൊന്നും തന്നെ അന്വേഷണ സംഘം ആദ്യഘട്ടങ്ങളിൽ ദേവസ്വം ശ്രദ്ധിച്ചില്ലെന്ന് വേണം കരുതാൻ. ഇതെല്ലാം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി എന്നാണ് കരുതുന്നത്. ഒരു സാധാരണക്കാരനായി തുടങ്ങി ഒടുവിൽ വലിയ ആസ്തിയുള്ള ഒരാളായിട്ട് ഇയാൾ മാറുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ഇയാൾ നടത്തിയ ചില ഇടപെടലുകളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ നമുക്ക് ലഭിച്ചു വരുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ ഗൂഢാലോചനയുടെ ഒരു കിങ് പിൻ, ഒരു സൂത്രധാരനാണ് ഈ മുരാരി ബാബു എന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ലെ ടി വി പ്രസാദ്? വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ, ഗുഡ് മോർണിംഗ്. ആ ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താവുന്നതാണ് അരുൺ. കാരണം സ്വർണം ചെമ്പാക്കുന്നത് യഥാർത്ഥത്തിൽ അത് മുരാരി ബാബുവിൻ്റെ വിദ്യയാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മുരാരി ബാബുവിൽ നിന്ന് അറിയാനുള്ള ഒരൊറ്റ ഒരു കാര്യം എന്ന് പറയുന്നത് മുരാരി ബാബുവിൻ്റെ ഐഡിയ തന്നെയാണോ ഇത് എന്നുള്ളതാണ്. അതല്ല ദേവസ്വം ബോർഡിലെ വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഐഡിയ ആണോ. എന്തായാലും ഇത് പോറ്റിയുടെ ഐഡിയ അല്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച സമയത്ത് അതിരൂക്ഷമായി ദേവസ്വം ബോർഡ് ഭരണസമിതിയെ തന്നെ വിമർശിക്കുന്ന സ്ഥിതി ഉണ്ടായത്. നിലവിലുള്ള ഭരണസമിതിയെ ഉൾപ്പെടെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയാനുള്ള കാരണവും അതുതന്നെയാണ് അരുൺ. കാരണം ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ പോറ്റിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്നും പോറ്റിയാണ് ഇതിൻ്റെ മുഖ്യ ആസൂത്രകനെന്നും പോറ്റി വിചാരിച്ചിട്ടാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡിനെയും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെയും അപ്പാടെ ഉപയോഗിച്ചുകൊണ്ട് സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയതെന്നും ഒരിക്കലും അത് കോടതി വിശ്വസിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണം പോകുന്നു എന്ന ഘട്ടത്തിലാണ് അതല്ല ഗൂഢാലോചന, ഭരണസമിതിയുടെ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് ഹൈക്കോടതി പറയുന്ന സ്ഥിതി ഉണ്ടായത്. മുരാരി ബാബുവിലേക്ക് തിരിച്ചു വന്നാൽ അരുൺ, മുരാരി ബാബുവിൻ്റെ ബുദ്ധിയാണോ ഇത്? അതല്ല ഭരണസമിതിയിലെ ആരെങ്കിലും ബുദ്ധിയാണോ എന്നുള്ളതാണ്. അരുണിപ്പം പറഞ്ഞ വിവരങ്ങൾ വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ അറിയാമായിരുന്നു. അരുണിപ്പോൾ പറഞ്ഞ വിഷയങ്ങൾ ഒരുപാട് മുരാരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഏറ്റുമാനൂരിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന സമയത്ത് നടത്തിയ ചില ക്രമക്കേടുകളെ കുറിച്ച് ദേവസ്വം ഇന്റലിജൻസ് വിവരം സർക്കാരിന് കൊടുത്തതാണ്. അന്ന് ഈ സമയത്ത് ഒരു നടപടിയും മുരാരി ബാബുവിനെതിരെ എടുത്തില്ലെന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹത്തെ പദവിയിൽ ഉയർത്തുന്നു. അങ്ങനെ ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി എത്തുന്ന മുരാരി ബാബുവിനെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ഉയർത്തുകയാണ് ചെയ്തത്. എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയിലും അദ്ദേഹം നടത്തിയ ഇടപെടലുകളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ആനയെ നടക്കിരുത്തുന്നത് സംബന്ധിച്ച് ഒരു ആനയെ നടക്കിരുത്തുന്ന സമയത്ത് ഒരു ദിവസത്തേക്ക് 10,000 രൂപയാണെങ്കിൽ ആ ദിവസം വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വ്യത്യസ്ത സ്പോൺസറുകളിൽ നിന്ന് ഇതേ മുരാരി ബാബു കൈപ്പറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ വഴിപാടുകളിൽ വഴിവിട്ട നീക്കങ്ങൾ നടത്തി പലതരം റെസീപ്റ്റുകൾ പോലും മുരാരി ബാബു കൊടുത്തിരുന്നില്ല എന്നൊക്കെ തന്നെയല്ലേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ? ഉറപ്പായും അരുൺ, മുരാരി ബാബു ഒരു പവർഫുള്ളായ ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ്. സാധാരണ ഒരു ദേവസ്വം ഓഫീസറിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് അധികാരങ്ങളും നമ്മൾ ഈ പറയുന്നത് പോലെ വലിയ പവറുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പലപ്പോഴും പല ഓഫീസിലുള്ളവരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് മുരാരി ബാബു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുരാരി ബാബുവിന് NSSുമായുള്ള അടുപ്പമാണ്. NSSുമായുള്ള അടുപ്പം മാത്രമല്ല, ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായിട്ടുള്ള അടുപ്പം അതേറെ പ്രധാനവുമാണ്. അരുൺ, നമ്മൾ മനസ്സിലാക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പ്രധാന സംഘാടകരിൽ ഒരാളായി മുരാരി ബാബു വരാനുള്ള കാരണം തന്നെ ഈ പറയുന്ന രീതിയിൽ NSSുമായി മുരാരി ബാബുവിനുള്ള ഒരടുപ്പമാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മുരാരി ബാബുവിനെ കയ്യിൽ കിട്ടിയതോടുകൂടി ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഒരു കിങ് പിന്നായി, ഇതിൻ്റെ ഒരു ബുദ്ധി കേന്ദ്രമായി മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കാണേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. കാരണം മുരാരി ബാബുവിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മുരാരി ബാബു അവിടെ ഉദ്യോഗസ്ഥനായി തുടരുന്ന ഘട്ടത്തിലെല്ലാം അരുൺ ഇപ്പോൾ പറഞ്ഞതുപോലെ പലവിധ തലങ്ങളിൽ നടത്തിയ വലിയ ക്രമക്കേടുകളുണ്ട്. ആ ക്രമക്കേടുകൾ പരിശോധിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മുഖ്യ ആസൂത്രകൻ ഒരുപക്ഷെ മുരാരി ബാബു തന്നെ ആയിരിക്കാം എന്നുള്ളതാണ്. മുരാരി ബാബുവിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അന്നത്തെ ഭരണസമിതിയെ കൊണ്ടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ്. മുരാരി ബാബു ഏത് തരത്തിൽ ഇത് ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായും ഇനി മുരാരി ബാബുവിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അരുൺ, ഹൈക്കോടതിയുടെ ഇടപെടലിന് ശേഷം ആദ്യത്തെ കസ്റ്റഡിയിലേക്ക് മുരാരി ബാബു വരാനുള്ള കാരണവും. കാരണം ശബരിമലയിൽ പാളികളായി സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്ന് തുടക്കം
തുടക്കം മുതൽ അറിയാവുന്ന ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു എന്നുള്ളതാണ് മുരാരി ബാബുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് ഇതിലേക്ക് വരുന്നത്. മുരാരി ബാബുവിന് അറിയാം ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ശബരിമലയിലെ ശാന്തിമാർ അകത്തേക്ക് കയറുന്ന സമയത്ത് കൈപിടിച്ചാൽ പൂർണ്ണമായി ഇല്ലാതായി പോകുന്നതല്ല പൊതിഞ്ഞിരിക്കുന്ന സ്വർണമെന്ന്, അത് ചെമ്പല്ല എന്ന കാര്യം വ്യക്തമായി അറിയാവുന്ന ഉദ്യോഗസ്ഥനുമാണ് മുരാരി ബാബു. നമുക്ക് ഇങ്ങനെ മുരാരി ബാബുവിന്റെ ഈ സ്വർണ്ണക്കൊള്ളയിലെ പങ്കിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എണ്ണമിട്ട് പറയാം, അക്കമിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. പോയിന്റ് നമ്പർ 1, മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന സമയത്താണ് ഈ സ്വർണ്ണപ്പാളി കടത്തുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന സമയത്താണ് 2019 ഈ ദ്വാരപാലക ശില്പപാളികളും കട്ടിളപ്പാളിയും വാതിലിൽ സ്വർണം പൂശാനും ഒക്കെയായി കൊടുത്തുവിടുന്നത്. അപ്പോൾ സ്വർണ്ണപ്പാളികൾ കടത്തിയത് മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന കാലത്ത്. ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും ശ്രദ്ധേയവുമാണ്. കാര്യം ഇയാൾ അറിയാതെ ഒരു ഈച്ച പോലും അവിടെ ഇറങ്ങില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് തന്നെ മുരാരി ബാബുവാണ് എന്നാണ് സംശയം. പോയിന്റ് നമ്പർ 2, സ്വർണമാണ് ഈ കട്ടളപ്പാളിയിലും തെക്കും വടക്കുമുള്ള മൂലകളിലെ പാളികളിലും ഒക്കെ പൂശിയിരിക്കുന്നത് എന്ന് മുരാരി ബാബുവിന് അറിയാമായിരുന്നിട്ടും മഹസറിലും റിപ്പോർട്ടറിലും അത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തി. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മുരാരി ബാബുവിന്റെ ഇടപെടലായി ഈ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഏൽപ്പിക്കുമ്പോൾ അത് തിരികെ കൊണ്ടുവരുന്നതിന് കാലതാമസമുണ്ടായിട്ടും ആ കാലതാമസം അന്വേഷിച്ചില്ല. അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടും കൊടുത്തില്ല. 39 ദിവസം വൈകിയാണ് റിപ്പോർട്ട് ഈ ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുവന്നത്. അതിനെക്കുറിച്ച് ഒരു വിവരവും അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആരാഞ്ഞില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. 4, ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനങ്ങളിൽ പോലും ബോധപൂർവമായ ഇടപെടലുകൾ നടത്തി തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വിധത്തിൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് ഈ മുരാരി ബാബുവാണ്. 5ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മുരാരി ബാബുവിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡിന് പരിചയപ്പെടുത്തിയത് മുരാരി ബാബുവാണ് എന്ന് സംശയിക്കുന്നു. 6ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മുരാരി ബാബു ശബരിമലയിൽ നടത്തിയ പ്രധാനപ്പെട്ട വഴിപാടുകളിലെല്ലാം തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ 6-7 കാര്യങ്ങൾ ദേവസ്വം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്ര എളുപ്പം മുരാരി ബാബുവിന് ഇറങ്ങിപ്പോരാൻ കഴിയുമോ ടി.വി. പ്രസാദ്? ഒരിക്കലും കഴിയില്ല. അരുൺ പറഞ്ഞതുപോലെ ഇക്കാര്യങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തിയിട്ടുള്ളത് തന്നെയാണ്. എന്തൊക്കെയാണ് മുരാരി ബാബു ചെയ്തിട്ടുള്ളത് എന്ന് അരുൺ അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളത്, ദേവസ്വം ബോർഡിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയതടക്കം മുരാരി ബാബുവാണ് എന്നൊരു സംശയം നേരത്തെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഒരുപക്ഷെ ഇതിന്റെ കിങ് പിൻ തന്നെ മുരാരി ബാബു ആണ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ അരുൺ, ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ വലിയ തോതിൽ ചില സമയങ്ങളിലൊക്കെ നടക്കുന്ന അഴിമതികളിൽ നമുക്കറിയാം അതിൽ ഒരു പ്രധാനപ്പെട്ട വില്ലൻ ഉണ്ടാകും. അവരായിരിക്കും ആ സമയത്തുള്ള അധികാരികളുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കുന്നവർ, അവരായിരിക്കും ഈ ഒരു സാധ്യത പറഞ്ഞു കൊടുക്കുന്നവർ. അങ്ങനെ മുരാരി ബാബു ഈ കേസിൽ ഏറെ നിർണായകമാണ് അരുൺ. ഇനിയുള്ള മണിക്കൂറുകളാണ് ഏറെ പ്രധാനം. കാരണം പ്രത്യേക അന്വേഷണ സംഘം ഒന്നൊന്നായി ചോദ്യം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലേക്ക് വന്നതെന്നും എങ്ങനെയാണ് ദേവസ്വം ബോർഡ് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്നും ദ്വാരപാലക വിഗ്രഹത്തിലെയും കട്ടിളയിലെയും സ്വർണം അത് കൊണ്ടുപോകാൻ, ചെമ്പാക്കി കൊണ്ടുപോകാനുള്ള ഗൂഢാലോചന അതെങ്ങനെയാണ് തുടങ്ങിയതെന്നുമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ അത് മുരാരി ബാബുവിൽ നിന്ന് കിട്ടേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്